ഒരിക്കലും തടുക്കാൻ കഴിയാത്ത നരകാഗ്നിയെ കുറിച്ച് ഹൃദയത്തിൽ കനൽ പോലെ സൂക്ഷിച്ച് പേടിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ തന്റെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തന്റെവും അതിനുള്ള പരിശ്രമവും ഒരു യുവാവിനുണ്ടായിരിക്കണം. എന്റെ വരൻ മര്യാദകൾ സ്വീകരിക്കുന്നവരും മദ്യപിക്കാത്തവനും വ്യഭിചരിക്കാത്തവനും അധർമ്മങ്ങൾ പ്രവർത്തിക്കാത്തവനും പലിശ ഇടപാടുകൾ മുഴുകാത്തവനും സർവോപരി ഏകദൈവാരാധനയുടെ അടിത്തറയിൽ ജീവിതം നയിക്കാൻ സന്നദ്ധതയുള്ളവനുമായിരിക്കണം എന്ന് ഒരു വധു തീരുമാനിക്കണം. വധുവിന്റെ രക്ഷിതാക്കൾക്ക് ആ ബോധമുണ്ടാകണം. ഇതാ പ്രാർത്ഥിക്കുന്നു ഇബാദുർ റഹ്മാൻ വല്ലദീന യഖൂലൂൻ, അവരിങ്ങനെ പ്രാർത്ഥിക്കും, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ ഇണകളിലൂടെ സന്താനങ്ങളിലൂടെ നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ. തഖ്വയുള്ളവർക്ക് നീ ഞങ്ങളെ മുന്നിൽ നിർത്തേണമേ. തഖ്വയോടെ ജീവിക്കുന്ന ആളുകൾക്ക് മാതൃകയാക്കി ഞങ്ങളെ മാറ്റണം, ഇമാമാക്കി ഞങ്ങളെ മാറ്റണം. എന്താണ് ഇണകളിലൂടെ കൺകുളിർമ, സന്താനങ്ങളിലൂടെ കൺകുളിർമ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു ഇഷ്ടപ്പെടുന്ന ജീവിതം നയിക്കുന്ന ഒരു ഇണയെ ലഭിക്കുക എന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മകളെ അനുകൂല യോഗ്യതയുള്ള അവളോട് യോജിക്കുന്ന അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തി ഏൽപ്പിക്കുമ്പോൾ ദീനീബോധമുള്ള ഒരു കുടുംബത്തിലേക്ക് എന്റെ മകൾ കടന്നു പോകുന്നു എന്ന് ചിന്തിക്കുന്ന ഇടം വരെ എത്തണം ഒരു പിതാവിന്റെ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന കൺകുളിർമ എന്നർത്ഥം. ജനിക്കുന്ന ആ കുട്ടിപ്രായത്തിൽ ശൈശവപ്രായത്തിൽ ഉണ്ടാകുന്ന ഓമനത്തം കിട്ടുള്ള ലാളനയിൽ ലഭിക്കുന്ന ആനന്ദവും കൺകുളിർമയും മാത്രമല്ല, ആ കുഞ്ഞിന്റെ ജീവിതകാലം എത്ര അവർ വളർന്നു വരുന്നതും അവരൊരു കുടുംബമായി ജീവിക്കുന്നതും കാണുന്നുവോ അവിടെയൊക്കെ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ ജീവിതം മരണാനന്തരമാണ് എന്ന ബോധത്തോടുകൂടി വളർന്നു വരുന്ന മക്കളെ കാണുമ്പോൾ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ആനന്ദമാണ് കൺകുളിർമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശമെന്ന് മനസ്സിലാക്കണം. കൺകുളിർമയുണ്ടാകണം നമ്മുടെ കുടുംബത്തിൽ. ഇന്ന് അതുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഇന്നെല്ലാവരും അയൽവക്കത്തെ കുടുംബം ഭംഗിയായി ജീവിക്കുന്നു. ദീനുള്ള കുടുംബമാണെന്ന് പറഞ്ഞ്, ഇസ്ലാമിന്റെ കുടുംബമാണെന്ന് പറഞ്ഞിട്ട്, മുജാഹിദിന്റെ മുവഹിദിന്റെ കുടുംബമാണെന്ന് പറഞ്ഞിട്ട് പോലും എന്റെ കുടുംബത്തിൽ ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളും അസ്വസ്ഥകളും ബാക്കി നിൽക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം എത്ര സുന്ദരമായി ജീവിക്കുന്നു. അവനും അങ്ങനെ തന്നെ ആയിരിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ അവന്റെ ജീവിതം സുന്ദരമാണ് തോന്നുമ്പോഴും അവൻ ചിന്തിക്കുന്നു, എന്ത്, എന്റെ അയൽപക്കത്തുള്ളവർ എത്ര സുന്ദരമായി ജീവിക്കുന്നു, എനിക്കെത്ര പ്രയാസമാണ്. യഥാർത്ഥത്തിൽ കുടുംബങ്ങൾക്കിടയിലൊക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാകും. നിങ്ങൾക്കറിയാമോ, ഒരു ദിവസം നേരം പുലർന്നാൽ മനുഷ്യകുലത്തിന്റെ ജിന്നുവർഗത്തിന്റെ മുഖ്യ ശത്രുവായ ശൈത്താൻ ആദ്യമായി തന്റെ സാമ്രാജ്യത്തിൽ ഒരു സമുദ്രത്തിന് മീതെയാണ് അവൻ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത്. ആ സിംഹാസനത്തിൽ എഴുന്നേറ്റിരുന്ന് പിശാചിന്റെ പട്ടാളക്കാരെ മുഴുവൻ വിളിച്ചുകൂട്ടി അതിൽ അവരെ ഒരുപാട് വിഭാഗങ്ങളാക്കി മാറ്റി ഏറ്റവും വലിയ ഒരു ടീമിനെ പറഞ്ഞയക്കും ദുനിയാവിന്റെ നാനാഭാഗത്തേക്ക്. എന്തിനു വേണ്ടി എന്നറിയാമോ? ദമ്പതികളെ പിണക്കാൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയതാണ്. ശൈത്താൻ ഏറ്റവും കൂടുതലായി പ്രവർത്തിക്കുന്ന ഒരു മേഖല ഏതാണ്? കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുക. അതുകൊണ്ട് സൂക്ഷിക്കണം.